Hi dears, welcome to AchusDesign. ഇന്ന് നമ്മൾ ആരി നീഡിൽസും അതിൻ്റെ എന്തൊക്കെ സ്റ്റിച്ചസ് ഒക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ത്രെഡുകളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത് ബേസിക് ക്ലാസ് ആണ് കേട്ടോ, സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് 24 സൈസിൻ്റെ ഒരു നീഡിലാണ്. അപ്പോൾ ഇതിൻ്റെ നീഡിലിൻ്റെ അറ്റം വന്നിട്ട് വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നീഡിൽ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴായാലും നമ്മൾ ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നീഡിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതായത് 13 സൈസ് നീഡിലുണ്ട്. അതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കട്ടിയായിട്ടുള്ള അറ്റമാണ്. അത് നമുക്ക് ബാക്ക് ചെയിൻ സ്റ്റിച്ചും അതുപോലെ ഹെൽമോൺ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു നീഡിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ 14 സൈസ് നീഡിലുണ്ട്. 14 സൈസ് നീഡിലിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം കാണിച്ച് 24 സൈസ് നീഡിലുണ്ടല്ലോ, അതിൽ നമുക്ക് ബീഡ്സ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും നീഡിൽസ് ഇരിപ്പുള്ളൂ. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള ആരി നീഡിൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ളത് ഈ ഒരു നീഡിലാണ്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ത്രെഡുകളൊക്കെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെറി ത്രെഡാണ് കേട്ടോ. ഗോൾഡൻ കളറിൽ സെറി ത്രെഡ് ഉണ്ട്, അതുപോലെ സിൽവർ കളറിലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ സെറി ത്രെഡുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു നീഡിൽ ത്രെഡിൻ്റെ ഒരു കിറ്റ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സെറി ത്രെഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നീഡിൽ നമ്മൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് മുകളിലേക്ക് നമ്മുടെ മെറ്റീരിയലിലേക്ക്. എപ്പോഴായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് ഇതുപോലെ 2 സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 സിൽക്ക് ത്രെഡ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ 2 സിൽക്ക് ത്രെഡ് ഒരേ കളറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ മെഷീൻ ത്രെഡ് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ത്രെഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആരി ബേസിക് ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡ് എടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ ലോക്കിട്ട് കൊടുക്കുന്നത് അതാ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ത്രെഡിൻ്റെ അറ്റം എടുക്കുക, നമ്മുടെ കയ്യിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പം സാധാരണ കെട്ടിടുമ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ പോലെ വരും. പക്ഷേ അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ത്രെഡ് മുകളിലേക്ക് പോരുകയോ അല്ലെങ്കിൽ അഴിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ കെട്ടിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് എടുക്കുമ്പോഴും നമുക്ക് ഇതുപോലെ 2 സിൽക്ക് ത്രെഡിൻ്റെയും 2 അറ്റം എടുക്കുക. ഒരു സിൽക്ക് ത്രെഡിൻ്റെ അറ്റവും അടുത്ത സിൽക്ക് ത്രെഡിൻ്റെ അറ്റവും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അതൊന്ന് ലോക്കിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ത്രെഡിൻ്റെയും നമ്മൾ അതുപോലെ തന്നെ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിൽക്ക് ത്രെഡും നീഡിൽസും ഒക്കെ ജസ്റ്റ് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ചെയിൻ സ്റ്റിച്ചൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ലോക്ക് ഇടുന്നതും എൻഡ് നോട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്കൊന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ ഓരോ ക്ലാസ് 1 by 1 ആയിട്ട് ഞാൻ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാം. സിൽക്ക് ത്രെഡ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ നീഡിലിൻ്റെ കൊളുത്തിലേക്ക് വലിച്ചു മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.